യഖുർബു സായിറുഹു കഖുർബിഹി ഹയ്യാ. നല്ല ബഹുമാനത്തോടെ വേണം നിൽക്കാൻ. ബാപ്പാനടുത്ത് മകൻ നല്ല അടുത്തല്ലേ നിൽക്കല്, അകന്ന് നിൽക്കണ്ട, അടുത്തന്നെ നിന്നോളൂ. ഉമ്മാന്റെ അടുത്ത് അടുത്തല്ലേ നിൽക്കല്, അടുത്ത് നിന്നോളൂ. അത്ര അടുപ്പത്തിൽ നിൽക്കോ ഉസ്താദിന്റെ അടുത്ത്? ഇല്ലല്ലോ, കുറച്ച് അകന്നല്ലേ നിൽക്കല്. ബാപ്പാനോട് അടുത്ത് നിൽക്കുമ്പോൾ ഉസ്താദിനോട് അടുത്ത് നിൽക്കൂലല്ലോ. കുറച്ച് ബഹുമാനത്തിൽ നിന്നിട്ടല്ലേ ക്ലാസ് തന്നെ കേൾക്കല്. ഒന്നുകൂടി ബഹുമാനത്തോടെ മാറി നിന്ന് നല്ല ബഹുമാനം പാലിച്ച് സിയാറത്ത് ചെയ്തോളൂ. സിയാറത്തിൽ നിങ്ങൾ കാണിക്കുന്ന ബഹുമാനത്തിനാണ് ഏറ്റവും വലിയ വില, അതിനാണ് ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ സ്വീകാര്യത. എന്നിട്ട് ആ മഖ്ബറയിലുള്ള ആളുകളെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം. അവരെ കുടുംബങ്ങൾ നാട്ടിലുണ്ട്, അവരെ സമ്പത്ത് നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരേതെല്ലാം തരത്തിൽ ജീവിച്ചവരാണ്, ഏതെല്ലാം തരത്തിൽ നല്ല സമ്പത്ത് സമ്പാദിച്ചവരാണ്. പക്ഷേ വിചാരിക്കാത്ത സമയത്ത് മരണം വന്നുപോയി. ഈ സിയാറത്തിന് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന തൊട്ടടുത്തതാ ഒരു ഖബർ കാണുന്നു. ലക്ഷപ്രഭുവാണ്, മക്കയിലേക്ക് പോകാൻ പോലും ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അയാള് സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹജ്ജിന് പോകാൻ അയാള് മറന്നുപോയി. ഹജ്ജ് അയാൾക്ക് നിർബന്ധമായിട്ടുണ്ട്. പിന്നെ മക്കളാണ് ആ ഹജ്ജ് ചെയ്ത് വീട്ടിയത്. റബ്ബേ, എനിക്കങ്ങോട്ട് പോകാൻ കഴിയില്ലേ. പെട്ടെന്നല്ലേ അയാൾക്ക് മരണം വന്നുപോയി. ഇപ്പൊ അയാളുടെ കഥ എനിക്കറിയില്ലല്ലോ. കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞുപോയി, കൂട്ടുകാര് മുഴുവനും വീട്ടിലേക്ക് പോയി. ഒറ്റക്കല്ലേ ആ മനുഷ്യൻ അവിടെ നിർത്തിയത്. എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എത്ര താല്പര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ മക്കള് പറഞ്ഞു, ബാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഇന്നലെ എങ്ങനൊന്ന് പറഞ്ഞു, നടന്നില്ല. കഴിഞ്ഞ വർഷം വേറൊന്ന് പറഞ്ഞു, നടന്നില്ല. ആ ആഗ്രഹങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര പെട്ടെന്നാണ് ആഗ്രഹങ്ങൾ അവസാനിച്ചു പോയത്. മണ്ണിലേക്കല്ലേ മുഖങ്ങളെ ചേർത്ത് വെച്ചത്. നമ്മുടെ ബെഡില് ഒരു തരി മണലായാൽ തുടച്ച് വൃത്തിയാക്കലില്ലേ? വൃത്തിയാക്കൽ സുന്നത്തുണ്ടല്ലോ. കൊണ്ടുപോയി നമ്മുടെ സുന്ദരമായ മുഖങ്ങളെ ചേർത്ത് വെക്കുന്നത് മണ്ണിലേക്കാണ്. ഖബറിന്റെ ഉള്ളില് ഭാഗങ്ങൾ വിട്ടു വിരിഞ്ഞു പോയി. പല ഭാഗത്തേക്കും ശരീരത്തിന്റെ ഭാഗങ്ങൾ വേർപിരിഞ്ഞു പോയി. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ മുഴുവനും നടക്കാതെ പോയി. മരണം സ്വീകരിച്ചു പോയി. എന്നിട്ടൊന്ന് ചിന്തിക്കണം, ഞാനിപ്പോ എവിടെയാണ്? ഞാനിപ്പോ കളിയിലാണോ, കാര്യത്തിലാണോ? ഞാനിപ്പോ സന്തോഷത്തിലാണോ, സമാധാനത്തിലാണോ? കണ്ണടച്ച് വെച്ച് ചിന്തിച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് കരയണേ. മഖ്ബറ സിയാറത്തിന് വെറുതെ പോയി ചുമ്മാ വന്നാൽ ഈ പറഞ്ഞ സുഹൃദ് ലഭിക്കൂല.